അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ പ്രേക്ഷകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നവരുമായി പതിറ്റാണ്ടുകളായി വളരെ സജീവമായ ആത്മീയ ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകൾ എനിക്ക് മനാമിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നിട്ട് ഷെയ്ഖ് അവർകൾ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവിടെ മാഫിയകളുടെ കയ്യിലാണ്, കുത്തുബിയത്ത് മാഫിയകളുടെ കയ്യിലാണ്. ആ കരവലയങ്ങളിൽ നിന്ന്, ആ ദൂഷിത വലയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിനെ മോചിപ്പിച്ച് അദ്ദേഹത്തെ ജനകീയമാക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും, കൂലിപ്പണിക്കാർക്ക് പോലും അനുഭവവേദ്യമാക്കാൻ ആവശ്യമായ ചില നടപടികൾ ഞാൻ കൈക്കൊള്ളണം എന്നുള്ള ദൗത്യമാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പ്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് അദ്ദേഹത്തെ 1000 പ്രാവശ്യം വിളിച്ചാലാണ് വിളിക്ക് ഉത്തരം ചെയ്യുള്ളൂ. അതുകൊണ്ട് കുത്തുബിയത്ത് റാത്തീബിലൂടെ അദ്ദേഹത്തെ 1000 വട്ടം വിളിക്കണം, എങ്കിലാണ് മൂപ്പര് ഹാളിറാവുള്ളൂ എന്നാണ് മൂപ്പരെ കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് മനാമിൽ വന്നുകൊണ്ട്, സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞത് ഒരൊറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്തിക്കോളാം എന്നുള്ളതാണ്. ഇത് എല്ലാവരെയും എത്തിക്കുകയും ഈ കുത്തുബിയത്ത് പരിപാടിയിലൂടെ ആളുകളുടെ പണവും അവരുടെ സമയവും അപഹരിക്കുന്ന ഈ മാഫിയകളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. 1000 പ്രാവശ്യം വിളിച്ചാലാണ് മുഹീദ്ദീൻ ഷെയ്ഖ് വരുള്ളൂ എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നത് ഈ കുത്തുബിയത്തിലെ ഖസീദത്തുൽ ഖുത്ബിയയിലെ ഈ വരികളാണ്. വമൻ യുനാദിസ്മി അൽഫം ബിഖൽവത്തിഹി അസ്മം ബിഹിമ്മത്തിഹി സർമൻ ലിഖുവത്തിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവത്തിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹീദ്ദീനി എന്നുള്ള വരിയാണ്. വമൻ യുനാദിസ്മി, എന്റെ പേരാരെങ്കിലും വിളിച്ചാൽ, അൽഫൻ 1000 വട്ടം. കണ്ടോ, ഇങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, അതുകൊണ്ട് 1000 വട്ടം വിളിച്ചോളണം. അങ്ങനെ 1000 വട്ടം ആരെങ്കിലും വിളിച്ചാൽ ബിഖൽവത്തിഹി, അവന്റെ ഏകാഗ്രതയിൽ അങ്ങനെ വിളിച്ചാൽ, അജബ്തുഹു മുസ്രിഅൻ, വേഗത്തിൽ ഞാൻ അവന് ഉത്തരം ചെയ്യും എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് പറയണത്. യഥാർത്ഥത്തിൽ ഈ വാചകങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതാണ്. പക്ഷെ ഇവിടുത്തെ അൽഫിന്റെ അർത്ഥം 1000 എന്നല്ല, ഇണക്കത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എന്നാണ്. വമൻ യുനാദി ഇസ്മി, എന്റെ പേരാരെങ്കിലും വിളിച്ചാൽ, അൽഫൻ ഇണക്കത്തോടുകൂടി, ബിഖൽവത്തിഹി അവന്റെ ഏകാഗ്രതയിൽ, അജബ്തുഹു മുസ്രിഅൻ വേഗത്തിൽ ഞാൻ അവന് ഉത്തരം ചെയ്യും. അപ്പൊ അലഫ യഅലിഫു, അലഫയാണ് അതിന്റെ റൂട്ട് വേർഡ്, അതിന്റെ ബേസിക് ഫോം. അലഫ യഅലിഫു ഇൽഫത്തൻ ഫഹുവ ആലിഫുൻ വ ഉലിഫ യുഅലഫു ഇൽഫത്തൻ ഫഹുവ മഅലൂഫുൻ. അപ്പൊ ഇൽഫത്ത് ചിലപ്പോ ചില ആളുകൾ അതിന്റെ മസ്ദറായിട്ട് ഉൽഫത്ത് എന്നും പറയാറുണ്ട്. നമ്മുടെ ഈ ആലുവ കുന്നത്തേരിയിൽ ഇൽഫത്തുൽ ഇസ്ലാം സംഘം എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പൊ ഇതിന്റെ മസ്ദർ തന്നെ ഇങ്ങനെ പല കോലത്തിലാക്കി അലമ്പാക്കിയത് തന്നെ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണോ എന്നുള്ളതും ആലോചിക്കേണ്ടതാണ്. ഏതായാലും ഇൽഫത്തുൽ ഇസ്ലാം, ഇൽഫത്തോടുകൂടി, ആ അർത്ഥത്തിലാണ് അൽഫൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇണക്കത്തോടുകൂടി തന്റെ ഏകാഗ്രതയിൽ ആരെങ്കിലും എന്നെ വിളിച്ചാൽ എന്നാണ്. അല്ലാണ്ട് 1000 വട്ടം, അത് സംഖ്യ നമ്മൾ എണ്ണുമ്പോ പറയുന്ന അൽഫ് 1000, ആ അൽഫല്ല ഈ അൽഫ്. ഇത് അലഫ യഅലിഫുന്റെ മസ്ദറാണ്. ഇണക്കത്തോടുകൂടി ആരെങ്കിലും വിളിച്ചാൽ, ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി. ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ ഒരു അനുഭവം ഉണ്ടായി, അതും നിങ്ങളോട് അറിയിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് പോകാനുള്ള ഒരു അറബി, അയാള് ജന്മം കൊണ്ട് വഹാബിയാണ്. അയാളുടെ ആൾക്കാർ പറഞ്ഞു, കോഴിക്കോട് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അന്വേഷിച്ചാൽ മതി എന്ന് അയാളോട് പറഞ്ഞു വിട്ടു. അയാൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് കിടന്ന് ചികിത്സയ്ക്ക് വാദത്തിന്റെ ചികിത്സയ്ക്ക് കുടുംബത്തെ കൂട്ടി വന്ന ആളാണ്.
അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എല്ലാറോ കൂത്തക്കൽ എന്ന് പറഞ്ഞു, ആ കോട്ടക്കലേക്ക് പോട്ടെ. അപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇറക്കി. അറബിക്ക് നോക്കിയപ്പോ തന്നെ സൂക്കേട് സംഗതി പന്തിയല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം അവിടെ കുറച്ച് അരിഷ്ടവും കഷായവും കുറച്ച് ഗുളികയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് ഏതായാലും ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കേട്ട കോട്ടക്കൽ ആര്യവൈദ്യശാല അല്ല ഇതെന്ന് പുള്ളിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അവിടെ കിടന്ന് ഓട്ടോ ഡ്രൈവറും അറബിയും തമ്മിൽ കശവിശയായി. അറബി പറയുന്ന തെറി ഓട്ടോറിക്ഷക്കാരനും മനസ്സിലാവുള്ള, ഓട്ടോറിക്ഷക്കാരൻ മലയാളത്തിൽ പറയുന്ന തെറി അറബിക്കും മനസ്സിലാവുള്ള. അങ്ങനെ കുറെ നേരം ജിഞ്ചാലായി, ഗിർഗിറായി, അലത്തൂൽ ഗിർഗിർ. അവസാനം മൊഹീദ്ദീൻ ഷെയ്ഖിനോട്, ഈ അറബിനോട് അവിടെ സൗദി അറേബ്യയില് ജോലി ചെയ്യുന്ന ചില മലയാളികളെ മലപ്പുറംകാര് പുള്ളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ എന്തെങ്കിലും സുയിപ്പ് വന്നാല് നീട്ടിയ ഒരൊറ്റ വിളിയാ മുഹീദ്ദീൻ. അറബി ഒട്ടും പഠിച്ചില്ല. അവിടെ എയർപോർട്ടിന്റെ അടുത്തുള്ള ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബ്രാഞ്ചിന്റെ മുമ്പിൽ നിന്ന് യാ മുഹീദ്ദീൻ ഒരൊറ്റ വിളിയാ വിളിച്ചോളൂ. 1000 വട്ടമൊന്നും വിളിക്കേണ്ടി വന്നില്ല. ഇയാളെ പൊക്കിയെടുത്ത് സാക്ഷാൽ കോട്ടക്കലുള്ള ഏറ്റവും വലിയ ബൃഹത്തായ കോട്ടക്കൽ ആര്യവൈദ്യശാല, കോട്ടക്കൽ ആര്യവൈദ്യശാല, അങ്ങോട്ടേക്കാണല്ലോ പുള്ളി ഉദ്ദേശിച്ചു വന്നത്, അവിടെ കൊടുന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് ആക്കി എന്നുള്ളതാണ്. അപ്പൊ 1000 വട്ടം വിളിക്കണമെന്നുള്ളത് തട്ടിപ്പല്ലേ, കള്ളത്തരല്ലേ? അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് വേറൊരു, അപ്പൊ ഈ വഹാബിയായ അറബി ഉടനെ തന്നെ സുന്നിയായിട്ട് മാറിയിട്ടോ. ഇതുപോലെ വേറൊരു വഹാബിയായിട്ടുള്ള അറബി സൗദി അറേബ്യയിൽ നിന്ന് കാലിക്കൂത്തിന് ടിക്കറ്റ്, കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വഴി തെറ്റി കൽക്കത്തയിൽ പോയി ഇറങ്ങി. കാരണം രണ്ടും ഏതാണ്ട് മലയാളി അല്ലാത്ത ആള് കേൾക്കുമ്പോ കാലിക്കൂത്ത് കൽക്കത്ത, കൽക്കത്ത കാലിക്കൂത്ത് രണ്ടും ഒരുപോലെ തോന്നും. അങ്ങനെ കാലിക്കൂത്തിന് പോകുന്നവൻ കൽക്കത്തയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോട്ടക്കൽ ആര്യവൈദ്യശാല അന്വേഷിച്ച് നടപ്പായി. അങ്ങനെ കൽക്കട്ട പട്ടണം മുഴുവൻ ചുറ്റിയിട്ടും പഠിച്ചവന്റെ കൊണ്ട് എന്ത് ചെയ്താ കോട്ടക്കൽ ആര്യവൈദ്യശാല എത്തണില്ല. ആ അറബിയും വിളിച്ചു കൽക്കട്ടയിൽ നിന്നുകൊണ്ട് യാ ഹൗസ് യാ മുഹീദ്ദീൻ, ഒറ്റ വിളിയെ വിളിച്ചോളൂ. പൊക്കിയെടുത്ത് പുള്ളീനെ കേരളത്തിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയെ കൊണ്ടുവന്നാക്കി. അപ്പൊ എന്റെ പൊന്നു മക്കളെ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച മൂപ്പര് എത്തുന്നതിന് 1000 വട്ടം വിളിക്കണ്ട. മൊഹീദ്ദീൻ ഷെയ്ഖ് ജനകീയമാകണം. അദ്ദേഹത്തെ ഇപ്പോ മൊബൈലും അതുപോലെ ഇന്റർനെറ്റും ഒക്കെ ഉള്ള കാലല്ലേ, AI ഒക്കെ ഉള്ള കാലല്ലേ, ആ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്ത്. ഇവിടെ ഹെൽപ്പ് ലൈനൊക്കെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇനി മൊഹീദ്ദീൻ ഷെയ്ഖിനെ വരുത്തണമെങ്കിൽ അങ്ങനെ കുറേ മൊല്ലാക്കാന്മാരെയും ചെല്ലാക്കാന്മാരെയും മൈലിയാക്കന്മാരെയൊക്കെ വിളിച്ച് പത്തിരിയറിച്ച് കൊടുത്ത് കഷ്ടപ്പെട്ട് രാത്രി യാ ഹൗസ് യാ മുഹീദ്ദീൻ എന്ന് വിളിച്ച് 1000 വട്ടം വിളിച്ച് പിന്നെ പത്തിരി എറിച്ച് പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് വരാൻ വേണ്ടി വിളക്കണക്കല്, ചില ആൾക്കാർ കിടന്ന് വിറക്കല്, ഹാദിരിയത്ത് കേറിക്കൂടലൊക്കെ ജിന്നു മുജാഹിദുകൾ നോക്കിക്കോളും. കേറിക്കൂടലൊന്നും നമ്മുടെ അജണ്ടയിൽ വേണ്ട. അതിന് ജിന്നു മുജാഹിദുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സുന്നികൾ നേരെ പോ അത് മതി നമുക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് ഏത് സാധാരണക്കാർക്കും പ്രാപ്യനാകുന്ന ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൊഹീദ്ദീൻ ഷെയ്ഖിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം അതിന്റെ ഏറ്റവും തികവോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.